ക്രിസ്മസിൻ്റെ കാരൽ സർവീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇപ്പോൾ ദേ സമയം രാത്രി 1:17 ആയിട്ടുണ്ട്. അപ്പോഴാണ് ദേ കസിൻസ് എല്ലാം കൂടെ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോകുന്നത്. അങ്ങനെ ചായ കുടിക്കാൻ പോകാൻ പറ്റിയ സ്ഥലം കണ്ടെത്തി. എവിടെയാണെന്ന് അറിയുമോ? കുട്ടിക്കാനം. അതായത് ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ അപ്പുറത്തുള്ള കുട്ടിക്കാനത്ത് പോയി ചായ കുടിക്കാം എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒറ്റ മൈൻഡ് എല്ലാവരും കൂടെ കയറി. പെട്ടെന്നുള്ള പ്ലാൻ. അപ്പം തന്നെ കയറി ഞാനുണ്ട്, അച്ഛനുണ്ട്, അപ്പുണ്ട്, ഡെന്നിയുണ്ട്, ലിയോമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കുട്ടിക്കാനത്ത് പോവുക, ചായ കുടിക്കുക, തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ തിരിച്ചു വരാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ കുട്ടിക്കാനത്ത് നിന്നപ്പോഴത്തേക്കും പ്ലാൻ വീണ്ടും ഒന്ന് ചേഞ്ചായി. അവിടുന്ന് നമുക്ക് പാഞ്ചാലിമേട് പോയി സൺറൈസും കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഇടയ്ക്ക് ഞങ്ങളൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിതേ പോവുകയാണെ. റാന്നി വഴിയൊക്കെയാണ് നമ്മൾ പോയത്. അപ്പം പോയി അങ്ങ് ചെന്നപ്പോഴത്തേക്കിനും നമുക്ക് ശബരിമലയ്ക്ക് പോകുന്ന കുറേ ആളുകളെയൊക്കെ കാണാൻ പറ്റി. അവർ പേട്ടതുള്ളി അവിടെ നിന്ന് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പോവുകയാണെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കുട്ടിക്കാനത്ത് ചെന്നൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പാഞ്ചാലിമേട്ടിലോട്ട് പോയിട്ടുണ്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഇത് അടിപൊളിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറേ നേരം നോക്കി നിന്ന് സൂര്യൻ വരുന്നു എന്ന്. അങ്ങനെ സൂര്യൻ ചെറുതായിട്ട് പൊങ്ങി വരുന്നത് നമ്മളിങ്ങനെ നോക്കി നിന്നു. അങ്ങനെ അവസാനം സൂര്യനെ പൂർണ്ണരൂപത്തിൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത് അടിപൊളിയാണല്ലോ. അപ്പോൾ ആ ഒരു ട്രിപ്പ് ഞങ്ങൾ ശരിക്കും അങ്ങ് എൻജോയ് ചെയ്തു. എന്നിട്ട് നമ്മൾ രാവിലെയാണ് തിരിച്ചു വന്നത്. ഒരു 8-8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ ദിവസം ഞങ്ങൾ ഇങ്ങനെയാണ് ആദ്യമേ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.